Hello everyone. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമ്പനയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൂന്നാറിൽ ഇപ്പം നീലക്കുറിഞ്ഞിയൊക്കെ പൂത്ത് നിൽക്കുന്ന ടൈമാണ്. ആ ഒരു കാഴ്ച എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ പലർക്കും പല ഡൗട്ടുമാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഓഡിയൻസ് കുറേ പേര് എന്നോട് ചോദിച്ച് നമുക്ക് നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ പോകണം, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് അപ്പോൾ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആവുമല്ലോ. അതല്ലാതെ തന്നെ ഞാനിപ്പോൾ നെക്സ്റ്റ് വീക്ക് മൂന്നാർ പോയിട്ട് നിങ്ങൾക്ക് എല്ലാം ഇത് ലൈവിൽ തന്നെ എടുത്ത് കാണിച്ചു തരാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ബഡ്ജറ്റ് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ നമ്മളോട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ നീലക്കുറിഞ്ഞി കാണാൻ പോകുന്നത് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ നമുക്കിപ്പം നിങ്ങൾക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ വേണമല്ലോ. അപ്പം ആ ഒരു ഇൻഫർമേഷനാണ് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ പോയിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തേക്കാം. എന്നാലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച എൻ്റെ വീഡിയോസ് ഉണ്ടാവും. അപ്പം എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഈ മൂന്നാറിൽ രണ്ട് സ്ഥലത്താണ് നീലക്കുറിഞ്ഞി ഇപ്പോൾ ആൾക്കാരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൊലുക്കുമലയിലാണ്. കൊലുക്കുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറിയിട്ടാണ് കൊലുക്കുമല ഉള്ളത്. അതേപോലെ തന്നെ മറ്റൊന്ന് എല്ലാവർക്കും അറിയാം, രാജമല നമ്മുടെ ഈ വരയാടിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ രാജമലയിലും ഇത് അവൈലബിൾ ആണ്. ഈ മൂന്നാറിൽ നിന്ന് രാജമല ആകുമ്പോൾ 3-4 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ കൊലുക്കുമലയിലാണ് ഉള്ളത്. നല്ല മൂടിക്കിടക്കുന്നത് കൊലുക്കുമലയിലാണ്. അപ്പം കൊലുക്കുമലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ ടൗണിൽ നിന്ന് ബസ്സൊന്നും അവൈലബിൾ അല്ല. നമ്മളൊരു ജീപ്പ് എടുക്കേണ്ടി വരും. കാറിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് സെൽഫ് ഡ്രൈവ് ചെയ്തിട്ട് പോവാം. അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ബസ്സിലൊക്കെ വന്ന് മൂന്നാറിൽ ഇറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ജീപ്പ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ജീപ്പിന് 3500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതിൽ ഒരു 10 പേർക്ക് മാക്സിമം പോകും. അങ്ങനെ വരുമ്പോൾ ഒരു 350 രൂപ. പക്ഷെ ആൾക്കാരായിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. വരും തിരിച്ചും 350 രൂപ, 700 രൂപയായി. പിന്നെ അവിടെ ഒരു 500 രൂപ, അങ്ങനെ 1200 രൂപയോളം എക്സ്പെൻസ് നിങ്ങൾക്ക് വരും. 500 രൂപ, അതായത് ഇപ്പം നമ്മൾ സൂര്യനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. സൂര്യനെല്ലി എത്തിക്കഴിഞ്ഞാൽ അവിടെ DTPCൻ്റെ ഓഫീസ് ഉണ്ടാവും. അവിടുന്നാണ് നമ്മൾ ഇതിൽ അതായത് കൊലുക്കുമല ഓഫ് റോഡ് കയറാനുള്ള ജീപ്പിന് ടിക്കറ്റ് നമ്മുടെ DTPCൻ്റെ കൗണ്ടറിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ കയറി കഴിഞ്ഞൊരു 4-5 മണിക്കൂറിലെ പ്രോഗ്രാമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് തിരിച്ച് നേരെ മൂന്നാറിലേക്ക് പോരുക. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ ഉച്ചയ്ക്ക് വരെയുള്ള പ്രോഗ്രാമേ നമുക്ക് ആയിട്ടുള്ളൂ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കറങ്ങണമല്ലോ. കാരണം ഇത് മാത്രം ആ ഒരു ടൈം കൊണ്ട് കഴിയുമ്പോൾ ആൾക്ക് ഫിനിഷ് ആയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 2-3 സ്ഥലം കൂടി കറങ്ങുക. അതിന് പറ്റിയ സ്ഥലം നമ്മൾ നേരെ മൂന്നാർ ടൗണിൽ നിന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് നേരെ വിടുക. എവിടേക്ക്, ഒരു ടീ പ്ലാന്റേഷനൊക്കെ ഒന്ന് കറങ്ങുക നമ്മൾ. അത് കഴിഞ്ഞ ശേഷം എക്കോ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന റൂട്ടിൽ തന്നെ എക്കോ പോയിന്റ് പോവുക. അതേപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാം, ഈ ഏരിയ ഒക്കെ ഒന്ന് കറങ്ങുമ്പോഴത്തേന് വൈകുന്നേരമാവും. മെയിൻലി മൂന്നാർ എന്ന് പറഞ്ഞാൽ ആ നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കുക എന്നുള്ളതാണ്. ഈ സ്ഥലമൊക്കെ ഒരു ചുമ്മാ ഒന്ന് ജസ്റ്റ് പോകണമെന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പം ഞാനൊക്കെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് വീക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ബഡ്ജറ്റ് എങ്ങനെ കുറഞ്ഞ ചിലവിൽ സ്റ്റേ ചെയ്യണം. ചിലവരിപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡേയിൽ പോയി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം പല ബഡ്ജറ്റിൻ്റെ ആൾക്കാരുണ്ടാവും. പിള്ളേർ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, അതേപോലെ തന്നെ വലിയ ആൾക്കാർ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പം ഏത് കാറ്റഗറി ആൾക്കാർക്കും എങ്ങനെ പോകണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ രാജമലയിലേക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 രൂപേൻ്റെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അത് മൂന്നാർ ടൗണിലും അവൈലബിൾ ആണ്, രാജമലൻ്റെ സ്ഥലത്തും അവൈലബിൾ ആണ്. അതുവരെ KSRTC സർവീസും ഇപ്പം നടക്കുന്നുണ്ട്. രാജമല വരെ നിങ്ങൾക്ക് മൂന്നാർ ടൗണിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ KSRTC തന്നെ കിട്ടും രാജമലയിലേക്ക്. അങ്ങനെ പോയിട്ട് അവിടുന്ന് അവരെ വണ്ടിയിലാണ് മേളിലൊക്കെ കറക്കിയിട്ട് നമ്മൾ കൊണ്ടുവരിക ചെയ്യുക. നമ്മളിപ്പോൾ കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് രാജമലയിലേക്ക് എത്തുക, അവിടുന്ന് നമ്മളെ വണ്ടിയിൽ കൊണ്ടുവരുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ രാവിലെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ടീ ഗാർഡന് കാര്യങ്ങളൊക്കെ കറങ്ങിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉച്ച ആ ഒരു ടൈമിൽ നേരെ കൊലുക്കുമല അല്ല സൂര്യനെല്ലിയിൽ എത്തിയിട്ട് അവിടുന്ന് DTPCൻ്റെ കൗണ്ടറിൽ നമ്മൾ ഈ 500 രൂപയാണ് കേട്ടോ ഓഫ് റോഡ് പോകാൻ വേണ്ടി. 500 രൂപ മീൻസ് അങ്ങനെയല്ല, 8 പേരാണ് ഒരു ജീപ്പിൽ പോവുക, 4000 രൂപയാണ് അവർ ചാർജ് ചെയ്യുക.
4000 രൂപയാണ് ഒരു ജീപ്പിന് ചാർജ്. അതായത് 8 പേരായി കഴിഞ്ഞാൽ എത്രയായി? 500 രൂപയായി ടിക്കറ്റ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ അങ്ങനെ കയറിപ്പോയി കുറച്ച് ഓഫ് റോഡ് എൻജോയ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് ഈ നീലക്കുറിഞ്ഞിൻ്റെ കാഴ്ച കാണുകയും ചെയ്യാം. അപ്പം നമ്മൾ എന്നിട്ട് തിരിച്ചു വന്നിട്ട് നേരെ മൂന്നാറൊക്കെ ഒന്ന് കറങ്ങി ആ ഒരു ഫീലൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരാം. ഈ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ DTPCൻ്റെ നമ്പർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ പോലത്തെ ഏജൻറ്റ് നമ്മൾ അവിടെയൊക്കെ ടൂർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പം ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ടീമിനെ പാക്കേജ് ആയിട്ടാണ് കൊണ്ടുപോയി നിങ്ങളെ ഫാമിലിനെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫാമിലിയോ വലിയ ഫാമിലിയോ ഒരു 30 പേരോ 50 പേരോ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ സ്റ്റേ ഒക്കെ അടക്കമോ ഫുഡൊക്കെ അടക്കമാണ് ട്രിപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മൾ നല്ല ട്രിപ്പും നിങ്ങളെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് സെറ്റപ്പാക്കി ചെയ്തു തരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DTPCനെ ബന്ധപ്പെടാം, നേരിട്ട് പോകുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പം ഈ രീതിയിലാണ്. കാരണം ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെയർ കാഴ്ചയാണ്. ഒരുപാട് പുറത്തുനിന്നൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ തൊട്ടടുത്തുണ്ടാവുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് പോയി നോക്കണ്ടേ. അപ്പോൾ എല്ലാവരും പോവുക, കണ്ട് എൻജോയ് ചെയ്യുക. നല്ലൊരു ഇതായിരിക്കും. ഇപ്രാവശ്യത്തെ ട്രിപ്പൊക്കെ അങ്ങോട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം അതിനനുസരിച്ച് കാണാനുള്ള വർത്താണ് നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക്. അപ്പം ഇനി പറയാവുന്നില്ല. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് ടെൻറ്റിൽ താമസിക്കുന്നത്, അവിടെ നമ്മൾ ടെൻറ്റ് ക്യാമ്പിംഗ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ട്രക്കിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് അടുത്ത ആഴ്ച ഞാൻ എന്തായാലും നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഒരു ബഡ്ജറ്റ് സ്റ്റേ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഹോട്ടലിലായാലും ബഡ്ജറ്റ് സ്റ്റേ അതേപോലെ തന്നെ. കാരണം പൈസ കൂടുതലുള്ളവർക്ക് എങ്ങനെയും നമുക്ക് പോകാം, കുറഞ്ഞ പൈസ ചെറിയ ബഡ്ജറ്റ് കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ സ്റ്റേ ചെയ്യാം, ഇപ്പോൾ ടെൻറ്റിലായാലും അതേപോലെ തന്നെ ഹോട്ടൽസിലായാലും ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നെക്സ്റ്റ് വീക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം അറിയാത്തവരുണ്ടാവും എങ്ങനെ മൂന്നാറിൽ പോയിട്ട് ഇപ്പം നീലക്കുറിഞ്ഞി കാണാൻ പോവൽ എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ പ്ലാനിങ്, എത്ര ടൈം കൊണ്ട് കഴിയുമെന്നൊക്കെ. അപ്പോൾ പറഞ്ഞാൽ ഹാഫ് ഡേ ഒരു പ്രോഗ്രാമാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു ഹാഫ് ഡേ മാറ്റി വെച്ചാൽ മതിയാവും ഈ നീലക്കുറിഞ്ഞി കാണൽ. അതിനുള്ളൊരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാം, ടീ ഗാർഡന്, എക്കോ പോയിന്റ്, ഇതൊക്കെ ടോപ്പ് സ്റ്റേഷന് ഒക്കെ കാണുമ്പോഴത്തേന് ഒരു ദിവസത്തെ പ്രോഗ്രാമായി. അന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടവർക്കാണെങ്കിൽ തിരിച്ചു വരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓഡിയൻസ് ഒരുപാട് പേര് എന്നോട് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, അവരുടെ അഭിപ്രായം മാനിച്ചാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ കൈമാറുന്നത്. ഇത് ഞാനൊരു ജസ്റ്റ് ഒരു പോസ്റ്റും കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാറോ ഊട്ടിയാണ് നിങ്ങൾക്ക് കാണേണ്ടത്. ഊട്ടി ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, എന്നാലും ഇട്ടെന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി ഇങ്ങനെ അറിയണം, അതിനെപ്പറ്റി കൂടുതൽ അറിയണം ബ്രോ, എനിക്ക് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ആ ലൈവ് അപ്ഡേറ്റ്സും ഇതേപോലെ ചോദ്യങ്ങളും നമ്മളോട് ചാറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, റോഷൻ ഫൈസ് എന്നാണ്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് കാണാനുള്ളത് മെസ്സേജ് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടാനുള്ള ഈ ട്രാവലിന് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ബെറ്ററായി തരാൻ പറ്റും. ബിക്കോസ് ഞാനൊരു ട്രാവൽ ഏജൻ്റാണ്. എൻ്റെ കമ്പനിയുടെ പേരാണ് പ്രൊഫഷണൽ ഹോളിഡേയ്സ്. അപ്പം നമുക്ക് എന്തുകൊണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, വീഡിയോൻ്റെ രീതിയിലും അല്ലാതെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതേപോലെ തന്നെ അവിടേക്ക് ഒരു പാക്കേജായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പാക്കേജായിട്ടൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ കാണണം, എന്തൊക്കെ കാണണം, എന്തൊക്കെ ഡൗട്ട് ഉണ്ട് ഒക്കെ ഇതാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുക. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്.